ചെയ്തത്. അംഗരക്ഷകരാൽ വധിക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ രക്തം വീണ് വിറങ്ങലിച്ച ഈ ഭാരതത്തിൽ ഒരു കലാപത്തിന് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. സിഖ് കലാപം ഒരു മതത്തിലെ ഒന്നോ രണ്ടോ ഭ്രാന്തന്മാർ ചെയ്തത് അല്ല, ഒരു മതത്തിന്റെ മെജോറിറ്റി വിഭാഗം ചെയ്തത്. അതിൽ പാവപ്പെട്ടവൻ കുറ്റക്കാരാണോ? അവരെ ഡൽഹിയുടെ ഇടനാഴികളിൽ വഴിത്താരകളിൽ പിടിച്ചു നിർത്തി വെട്ടിക്കൊല്ലുന്ന കാഴ്ച നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. അന്ന് BJPക്ക് 2 MP ഈ പാർലമെന്റിൽ ഉണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു വരുമ്പോ ചില ചോദ്യങ്ങൾ വരാം, ആ ചോദ്യങ്ങൾ ഉത്തരം പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കാം. 1984 2 MP ഉണ്ടായിരുന്നത്. വാജ്പേയി പോലും ജയിക്കാത്ത ഒരു ഘട്ടം. പക്ഷെ 84 കഴിഞ്ഞ് 89 80-ലധികം സീറ്റ് BJP നേടി. ഇവിടെ പ്രചുരമായ പ്രചരണമുണ്ട്. എന്താ? BJPയെ വളർത്തുന്ന ഇടതുപക്ഷമാണെന്ന്. എന്താ ആ വർത്തമാനത്തിന് ആധാരം? കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായിരുന്ന രാഹുൽ ഗാന്ധി നിരപരാധിയും മിസ്റ്റർ ക്ലീനുമായിട്ടാണ് പ്രധാനമന്ത്രി കസേരയിലേക്ക് കടന്നു വന്നത്. അമ്മയുടെ പിന്തുണർച്ച പോലെ, രാജ്യത്തിന്റെ കരുതൽ പോലെ ആ സുസ്മേരവതനായ ആ നല്ല മനുഷ്യൻ കടന്നു വന്നു. അദ്ദേഹത്തിന്റെ ഉപജാപക വൃന്ദങ്ങൾ അദ്ദേഹത്തെ നന്നായി ഉപയോഗിച്ചു. 1987 കഴിഞ്ഞപ്പോ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ കുംഭകോണത്തിന് രാജീവ് ഗാന്ധി നേതൃത്വം കൊടുത്തു. അദ്ദേഹം മരിച്ചു മോളിൽ നിൽക്കുന്നു. അദ്ദേഹം അറിഞ്ഞോ അറിഞ്ഞില്ലയോ എന്ന് ഞാൻ അറിയുന്നില്ല. പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റ് ബോഫോഴ്സ് ഇടപാടിലേക്ക് വഴുതി വീണു. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി. അതിനെതിരായി ശക്തമായി പ്രതിഷേധിച്ചത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷം ഒരു കാര്യം തീരുമാനിച്ചു: ഇനിയും ഈ ഗവൺമെന്റ് തുടർന്നു വന്നാൽ ഈ രാജ്യത്തിന്റെ പുരോഗമന ചിന്തകൾക്ക് വിങ്കൽ വീഴും. ഈ രാജ്യം ഇതിലും വലിയ കൊടിയ വഞ്ചനകൾക്കും കൊടിയ അപമാനത്തിനും കൊടിയ അപമതിക്കും കൊടിയ അഴിമതിക്കും വശംവദരാകും എന്നുള്ളത് കൊണ്ട് ഈ രാജ്യത്തെ മതേതരത്വ കക്ഷികളെ ഒരുമിച്ച് നിർത്തി. VP സിംഗ് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തു. പക്ഷെ VP സിംഗ് നമ്മളെ ഒരു മുഴ മുമ്പ് കൂട്ടി ചതിക്കുകയായിരുന്നു. അവർ പല പ്രദേശങ്ങളിലും BJPയുടെ കൊച്ചു കൊച്ചു ശക്തികളെ കൂടി യോജിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വന്നു. ആ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ BJPക്ക് 80-ലധികം സീറ്റ് ലഭിച്ചു. ആ അപകടത്തെക്കുറിച്ച് ഇടതുപക്ഷ കക്ഷികൾ കൂലങ്കക്ഷമായി ചർച്ച ചെയ്തു. അവരുടെ വളർച്ച രാജ്യത്തിന് അപകടകരമാകുമെന്ന് പാർട്ടി വിലയിരുത്തി. അതിനുശേഷം കോൺഗ്രസിനോടുണ്ടായിരുന്ന ആ വൈരാഗ്യത്തിനപ്പുറത്തേക്ക് ഈ രാജ്യത്തിന്റെ ആശങ്കകളെ കുറിച്ച് വേഗുലമായി ചിന്തിച്ചുകൊണ്ട് ഇടതുപക്ഷം കൂടുതൽ പ്രായോഗികമായ ചിന്തകളിലേക്ക് കടന്നുപോയി. 89 കഴിഞ്ഞ് 91 ആകുമ്പോഴേക്കും രാജീവ് ഗാന്ധി മരിക്കുന്നു. യാദൃച്ഛികമായി ആ മരണത്തിന്റെ സാഹചര്യത്തിൽ നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നു. അദ്ദേഹത്തിന്റെ ഭരണം കഴിയുമ്പോ വീണ്ടും രാജ്യത്തിന്റെ ശൈഥില്യത്തിൽ നിന്നും വാജ്പേയിയുടെ ഗവൺമെന്റ് ഉയരുമ്പോ 2004 വാജ്പേയി ഗവൺമെന്റ് പുറത്തു പോവുകയാണ്. ആ വാജ്പേയി ഗവൺമെന്റ് പുറത്തു പോകാൻ ഉചിതമായ തീരുമാനം എടുക്കാൻ ഈ രാജ്യത്തെ പ്രാപ്തമാക്കിയത് ഇടതുപക്ഷമാണ്. അന്ന് കോൺഗ്രസിന് പൂർണ്ണ പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷ കക്ഷികൾ തീരുമാനിച്ചു. അങ്ങനെ 2004 ആദ്യ UPA ഗവൺമെന്റ് കടന്നു വന്നു. ആ UPA ഗവൺമെന്റ് ആണ് ഈ രാജ്യത്ത് മാറ്റം വരുത്തിയ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ബീജാഭാവം നൽകിയത്. അതിലൊന്നാണ് തൊഴിലുറപ്പ് പദ്ധതി. മറക്കരുത്. ഇവിടെ കോൺഗ്രസുകാർ മൈക്കെട്ടി ഞാനും പ്രസംഗിച്ചിട്ടുണ്ട്. സോണിയാഗാന്ധി ഉറങ്ങിക്കിടന്നപ്പോൾ സ്വപ്നം കണ്ട പദ്ധതിയാണ്. അങ്ങനെയൊന്നുമല്ല. അന്ന് ഈ രാജ്യത്തെ ഇടതുപക്ഷത്തിന്റെ ചിന്തിക്കുന്ന നേതൃത്വം ബൗദ്ധികമായി കോൺഗ്രസ്സുകാരൻ സമ്മതിക്കുമല്ലോ. ചിന്തനീയമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ ഇടതുപക്ഷ മനസ്സുള്ളവനെ പോലെ മറ്റൊരാൾ ഇന്ത്യയിൽ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ഇന്ത്യയിലെ ഇടതുപക്ഷ കക്ഷികൾ ആ ഏകോപന സമിതിയിൽ മുമ്പോട്ട് വെച്ച പദ്ധതിയാണ് പട്ടിണി മാറ്റൽ പ്രക്രിയ. അതിന്റെ ഭാഗമായിട്ടാണ് തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. ആ തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് കൊണ്ടുവന്ന് മുന്നോട്ട് പോവുകയും ഈ രാജ്യത്തെ ആ കാർഷിക കടം എഴുതിത്തള്ളുകയും ചെയ്തു. ആ ആശയവും കൊണ്ടുവന്നത് ഇടതുപക്ഷമാണ്. കാരണം അറിയാമോ, അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്ന് ആ ഭരണത്തിന്റെ ഭാഗമായിരുന്നു. CPM ഭരണത്തിന് പിന്തുണ കൊടുക്കുന്ന പാർട്ടിയും. അങ്ങനെ 2 കക്ഷികളും ആ ഭരണത്തിനെ നിയന്ത്രിച്ചിരുന്നപ്പോ ചതുരാനൻ മിശ്ര ഈ രാജ്യത്തിന്റെ കൃഷിമന്ത്രിയായിരുന്നു. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദേശീയ നേതാവ് ചതുരാനൻ മിശ്ര അന്ന് കൃഷിമന്ത്രിയായിരുന്നു. ആശയത്തിൽ നിന്ന് ഉണർന്നു വന്നതാണ് ഈ എഴുതിത്തള്ളൽ.
അങ്ങനെ കോടിക്കണക്കിന് കർഷകർക്ക് ആ എഴുത്തലിൽ ഗുണമായി. അതിനുശേഷം വീണ്ടും ഭരണത്തിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാകുമ്പോൾ തെറ്റായ 2-3 കാര്യങ്ങൾ കോൺഗ്രസ് നടപ്പിലാക്കി. അതിലൊന്ന് ആണവ കരാറായിരുന്നു. കരാറിന്റെ സുതാര്യതയെക്കുറിച്ച് ആശങ്കപ്പെട്ട ഇടതുപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സോണിയാഗാന്ധിക്കോ പറക്കമുറ്റാത്ത രാഹുൽ ഗാന്ധിക്കോ ഒന്നും കഴിഞ്ഞില്ല. ഡോക്ടർ മൻമോഹൻ സിംഗിന് കഴിഞ്ഞില്ല, പ്രണബ് മുഖർജിക്ക് കഴിഞ്ഞില്ല, പ്രിയങ്കന AK ആന്റണിക്ക് കഴിഞ്ഞില്ല. ഇവർക്കാർക്കും കഴിയാതെ വന്നപ്പോൾ നിലപാടുകൾക്ക് മാറ്റമില്ലാത്ത ഇടതുപക്ഷ കക്ഷികൾ ആ പ്രസ്ഥാനത്തിന് നിന്ന് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു. പക്ഷേ അന്ന് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെ നടപ്പിലാക്കിയ തൊഴിലുറപ്പ് പദ്ധതിയും അതുപോലെ തന്നെ കാർഷിക കടാശ്വാസവും രാജ്യത്ത് വീണ്ടും കോൺഗ്രസ് കടന്നു വരാൻ ഇടയാക്കി. അഹങ്കാരികളായ കോൺഗ്രസ് പ്രസ്ഥാനം 5 വർഷം ഈ രാജ്യത്തെ വിറ്റു തുലയ്ക്കുകയായിരുന്നു. പൊതുമേഖലാ സ്ഥാപനം വിൽക്കുന്നതല്ല ചെയ്തത്, ആകാശവും ഭൂമിയും വിറ്റു. 1 എഴുതി വലതുവശത്ത് 0 ഇട്ടാൽ 10, 1 എഴുതി 2 0 എഴുതിയാൽ 100, 1 എഴുതി 3 0 എഴുതിയാൽ 1000. അപ്പൊ വലതുവശത്ത് 0 ഇരുന്നാൽ തുക മാറിക്കൊണ്ടിരിക്കും. 1 എഴുതി ഇടതുവശത്ത് 0 ഇട്ടാൽ വിലയില്ല. ഈ കോൺഗ്രസ് ഗവൺമെന്റ് 2G സ്പെക്ട്രം കളി വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആഡിറ്റ് റിപ്പോർട്ട് വരുമ്പോൾ ഞെട്ടിക്കുന്ന കാര്യമാണ് ലോകത്തോട് ഈ കോൺഗ്രസ് ഗവൺമെന്റ് അറിയാതെ പറയേണ്ടി വന്നത്. 1 എഴുതി വലതുവശത്ത് ലക്ഷക്കണക്കിന് 0 ഇട്ടാൽ കൂട്ടാൻ കഴിയുന്ന, എനിക്കും നിങ്ങൾക്കും ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയാത്ത തുക, കോടാനുകോടി രൂപ ആകാശത്തെ തരംഗങ്ങളെ വിറ്റുകൊണ്ട് കോൺഗ്രസ് അവരുടെ യഥാർത്ഥ മുഖം കാണിച്ചു. DNKയുടെ ഭാഗമായിരുന്ന രാജ ഉൾപ്പെടെയുള്ളവർ ജയിലിലേക്ക് പോകുന്ന കാഴ്ച വന്നു. ഡൽഹി തെരുവീഥികളിൽ നിർഭയെ പോലുള്ള പെൺകുട്ടികൾ മരണപ്പെടേണ്ട സാഹചര്യം, അപമാനിക്കപ്പെട്ട് സ്ത്രീത്വം പണയപ്പെട്ട് മരണപ്പെടുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാതെ അമൂൽ ബേബി ഉൾപ്പെടെയുള്ളവർ തങ്ങളുടെ